ഷിരൂരിൽ വെച്ച് അർജുൻ കാണാതായിട്ട് ഇന്നേക്ക് 17 ദിവസങ്ങൾ പൂർണ്ണമാകുന്നു. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ അർജുനെ തേടിയുള്ള ഷിരൂരിലെ തിരച്ചിൽ പൂർണ്ണമായിട്ടും കർണാടക സർക്കാർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ പറയുന്ന തിരച്ചിലും കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കില്ല, ഇപ്പോഴും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ആ ഒരു പ്രദേശത്ത് തിരച്ചിൽ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളെല്ലാം. എന്തൊക്കെയാണെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് പ്രകാരം ആ ഒരു പ്രദേശം ഈ ഒരു സമയത്ത് പൂർണ്ണമായിട്ടും ശൂന്യമായ ഒരു അവസ്ഥയിലാണ്. ഏതാനും കുറച്ച് JCBകളും അല്ലെങ്കിൽ കുറച്ച് ട്രക്കുകൾ മാത്രമാണ് ആ ഒരു പ്രദേശത്ത് ഇപ്പോഴും ചെറിയ തോതിലെങ്കിലും അർജുനെ തേടിയുള്ള തിരച്ചിലും കാര്യങ്ങളൊക്കെ സജീവമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും അർജുനെ കണ്ടെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കൊന്നും ഉയർന്നു വന്നിട്ടില്ല എന്ന് പറയുന്നത് തന്നെയാണ് വാസ്തവം. ഈ ഒരു സമയത്ത് അർജുൻ നമ്മളെ എല്ലാവരെയും വിട്ട് മറ്റൊരു ലോകത്തേക്ക് പോയി എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് കേരള സർക്കാരും കർണാടക സർക്കാരും ആ ഒരു തിരച്ചിൽ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്നത്. അർജുന്റെ വീട്ടുകാരുടെ അഭിപ്രായ പ്രകാരം ഒരിക്കലും ഈ ഒരു അന്വേഷണം അവസാനിപ്പിക്കരുത്, അർജുനെ കണ്ടെടുക്കുന്നത് വരെ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണെന്നുള്ള രീതിയിലാണ് അർജുന്റെ കുടുംബക്കാര് പറയുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള കാറ്റും മഴയും അടിയൊഴുക്കും ഈ ഒരു സമയത്ത് ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ നമുക്ക് കാണാനാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഒരു മനുഷ്യന്, അതായത് നല്ല രീതിയിൽ ഡൈവിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയുന്ന ഒരു സ്കൂബ ഡൈവർ ആണെങ്കിലും ഇന്ത്യൻ നേവി, എയർഫോഴ്സ്, ഇന്ത്യൻ ആർമി എന്നീ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന നല്ല ഒരു ആക്റ്റീവായിട്ടൊരു ഉദ്യോഗസ്ഥനാണെങ്കിലും അയാൾക്ക് ഈ ഒരു കുത്തൊഴുക്കിന്റെ സമയത്ത് ആ ഒരു പുഴയിൽ ഇറങ്ങിക്കൊണ്ട് അർജുനെ തിരയാനായിട്ട് ചില പരിമിതികളുണ്ട്. ആദ്യമായിട്ട് ഈശ്വർ മാൽപേ എന്ന് പറയുന്ന ആ ഒരു സ്കൂബ ഡൈവറും അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പരാജയപ്പെട്ട ഒരു കേസാണ് അർജുൻ്റേത്. ആ ഒരു വ്യക്തിയെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിച്ചേ പറ്റൂ. 9 പ്രാവശ്യമാണ് സ്കൂബ ഡൈവിംഗ് ചെയ്ത് ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് അർജുനെ തേടിക്കൊണ്ട് ഈശ്വർ മാൽപേ പോയത്. ഏകദേശം 200ഓളം പേരെ തന്റെ കൈകൾ പിടിച്ചുകൊണ്ട് പല സാഹചര്യത്തിലും പുഴയിൽ നിന്നും കടലിൽ നിന്നും പല ആപത്തുകളിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈശ്വർ മാൽപേ. അതുകൊണ്ട് തന്നെ മാൽപേ ആ ഒരു പ്രദേശത്തേക്ക് ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത് വന്ന സമയത്ത് ഒരുപാടധികം പ്രതീക്ഷകളാണ് നമ്മൾ കൊടുത്തത്. പക്ഷെ അദ്ദേഹത്തിനും തന്റെ മാക്സിമം ശ്രമിച്ചെങ്കിൽ തന്നെ അർജുനെ കണ്ടെടുക്കാനായിട്ട് അദ്ദേഹത്തിനും സാധിച്ചില്ല. ഈ ഒരു സമയത്ത് മനുഷ്യരെ ഉപയോഗിച്ചുള്ള തിരച്ചിൽ പൂർണ്ണമായിട്ടും കർണാടക സർക്കാരും കേരള സർക്കാരും അവസാനിപ്പിച്ചിരിക്കുന്നു. അർജുൻ നമ്മളെ എല്ലാവരെയും വിട്ടുപോയി എന്നുള്ളൊരു സത്യാവസ്ഥ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സർക്കാർ ഈ പറയുന്ന തിരച്ചിലും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന അർജുന്റെ ഫാമിലിക്ക് കൊടുത്ത ഒരു ഉറപ്പ് പ്രകാരം തീർച്ചയായിട്ടും അർജുൻ സഞ്ചരിച്ചിരുന്ന ആ ഒരു ട്രക്കും അർജുനെയും കണ്ടെടുക്കുമെന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ സർക്കാർ അർജുന്റെ ഫാമിലിക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കുറച്ച് നാളുകൾക്ക് ശേഷം ആ ഒരു അന്വേഷണം കുറച്ചുകൂടി സജീവമാക്കിയിട്ട് അർജുൻ സഞ്ചരിച്ചിരുന്ന ട്രക്ക് തീർച്ചയായിട്ടും ഇവർ കണ്ടുപിടിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോൾ ഉറപ്പ് വരുത്തിയിട്ടുള്ള എല്ലാ സഹായങ്ങളും വളരെ പെട്ടെന്ന് തന്നെ അർജുന്റെ ഫാമിലിക്ക് കിട്ടുന്ന രീതിയിൽ, അതായത് ഈ ഒരു സങ്കടത്തിനിടയിലും ഈ പറയുന്ന അർജുന്റെ ഫാമിലി ഈ ഒരു സഹായത്തിന് വേണ്ടിക്കൊണ്ട് അവരെ ഓടിക്കാനായിട്ട് ഒരിക്കലും നമ്മൾ നിൽക്കരുത്. ഈ ഒരു സമയത്ത് നമ്മുടെ സർക്കാർ എന്തൊക്കെ സഹായങ്ങളാണ് അർജുന്റെ ഫാമിലിക്ക് ചെയ്യാമെന്ന് വാഗ്ദാനം കൊടുത്തിരിക്കുന്നത് അതെല്ലാം ചെയ്തു കൊടുക്കണം. ഇപ്പോൾ അർജുന്റെ പേരിലുള്ള ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അർജുന്റെ ബോഡി തീർച്ചയായിട്ടും കിട്ടേണ്ടി വരും. അല്ലെങ്കിൽ അർജുൻ നമ്മുടെ ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുന്റെ ബോഡി കിട്ടണം, അല്ലെങ്കിൽ അർജുൻ ജീവനോടെ വരണം. എന്തൊക്കെയാണെങ്കിലും ഏതൊരു സാഹചര്യത്തിലും അർജുന്റെ ഫാമിലിക്ക് നൽകാമെന്ന് പറഞ്ഞ ആ ഒരു സഹായങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അവരിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അർജുന് ചെറിയൊരു കുട്ടിയാണുള്ളത്. ആ ഒരു ചെറിയൊരു മോന് പഠിക്കാനായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ടതും നമ്മളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അർജുൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി നമ്മുടെ കേരളക്കരയുടെ എല്ലാവരുടെയും ഒരു നൊമ്പരമായി മാറിയിരിക്കുകയാണ്. ഏകദേശം 17 ദിവസത്തോളം അർജുനെ കാത്ത് ഒരുപാട് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അർജുനെ സ്വന്തം അനിയനെ പോലെയും ചേട്ടനെ പോലെയും മകനെ പോലെയൊക്കെ കണ്ട് കാത്തിരുന്നത്. ഈ ഒരു സമയത്ത് ഈ പറയുന്ന അന്വേഷണം അവസാനിച്ചു എന്നറിയുന്ന സമയത്ത് പലർക്കും സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പറയുന്ന കാറ്റും മഴയും അടിയൊഴുക്കുമുള്ള സാഹചര്യത്തിൽ ഒരു മനുഷ്യനും ആ ഒരു പുഴയുടെ അടിയിലേക്ക് പോയിട്ട് അർജുനെ കണ്ടെടുക്കാനായിട്ട് സാധിക്കില്ല. പല എക്യുപ്മെന്റ്സും കൊണ്ടുവന്ന് ആ ഒരു സ്ഥലത്ത് അർജുനെ തേടിയതാണ്, പക്ഷെ അതും പരാജയമാവുകയായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ എല്ലാ സഹായങ്ങളും വളരെ പെട്ടെന്ന് തന്നെ അവരിലേക്ക് എത്തുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ അത് അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.